Let's start. The last class we discussed about the definition of tree and its two properties, right? Then what do you mean by a tree? What do you mean by a tree? Connected graph without any circuit. Okay, tree is a connector without any circuit. Okay, then what are the properties of trees? ഏതൊക്കെയാണ് properties? One and only path between every pair of vertices. Okay, the first property in a tree, there is a one and only one path between every pair of vertices. Okay, then second property, the second property in the a tree with n vertices has n minus 1 edges. Okay, then we discuss about minimally connected graph. Okay, a graph is said to be minimally connected if removal of any one edge from it disconnect the graph. Okay, so a minimally connected graph cannot have a circuit, so it is called a tree. A minimally connected graph എന്താണ് ട്രീ ആയിരിക്കും. Okay, because അത് connected ആണ്, circuitless ആണ്. And the next theorem, write down the theorem. A graph G is a tree. A graph G is a tree if and only if it is minimally connected. A graph G is a tree if and only if it is minimally connected. Okay, so here if and only if നിങ്ങൾ രണ്ട് പാർട്ടും പ്രൂവ് ചെയ്യണം. The graph G tree ആണെങ്കിൽ അത് minimally connected എന്ന് പ്രൂവ് ചെയ്യണം. And also a graph minimally connected ആണെങ്കിൽ അത് tree ആണെന്ന് പ്രൂവ് ചെയ്യണം. Okay, ഇങ്ങനെ പ്രൂവ് ചെയ്യാം. First, a graph G is a tree. ഇനി എന്ത് പ്രൂവ് ചെയ്യാം? It is minimally connected എന്ന് പ്രൂവ് ചെയ്യണം. Okay, any idea? എങ്ങനെ പ്രൂവ് ചെയ്യാം? G tree ആയതുകൊണ്ട് നമുക്ക് എന്താ പറയാം? It is connected and circuitless. Then ട്രീയുടെ ഒരു പ്രോപ്പർട്ടി ആണ് എന്ത്? One and only one path between every pair of vertices. ഓക്കെ, ഇതിന്റെ അതായത് ഒരു ട്രീയിൽ ഏത് രണ്ട് പെയർ ഓഫ് വെർട്ടിസസ് എടുത്താലും അതിനെ കണക്ട് ചെയ്തിട്ട് എന്താണ് ഒരു പാത്ത് ഉണ്ടാവും. അതിന്റെ മീനിങ് എന്താണ്? ആ ഒരു പാത്തിലെ ഏതെങ്കിലും ഒരു എഡ്ജ് റിമൂവ് ചെയ്താൽ ഗ്രാഫ് ഡിസ്കണക്ട് ആവില്ലേ? ഏതൊരു എഡ്ജ് റിമൂവ് ചെയ്താലും ഗ്രാഫ് ഡിസ്കണക്ട് ആവും അല്ലേ? ആവില്ലേ? അപ്പൊ അതിന്റെ മീനിങ് എന്താ? ഗ്രാഫ് മിനിമലി കണക്റ്റഡ് അല്ലേ? Disconnected when remove any edges from it.
അതിന്റെ മീനിങ് എന്താ? ദ ഗ്രാഫ് ഈസ് മിനിമലി കണക്റ്റഡ്. ഓക്കെ ആണോ? Okay. എല്ലാവർക്കും ഓക്കെ ആണോ? ടീച്ചർ ഓക്കെ. In the second part, the graph G is minimally connected. എന്ത് പ്രൂവ് ചെയ്യണം? ഇറ്റ് ഈസ് എ ട്രീ എന്ന് പ്രൂവ് ചെയ്യണം. ഒന്ന് പറഞ്ഞേ, എങ്ങനെയായിരിക്കും? ഇപ്പൊ മിനിമലി കണക്റ്റഡ് എന്ന് വെച്ചാൽ എന്താണ്? റിമൂവൽ ഓഫ് എനി എഡ്ജസ് ഫ്രം ഇറ്റ് disconnect the graph, right? ഓക്കെ, ഇതിന്റെ മീനിങ് എന്തായിരിക്കും? ഒരു ഗ്രാഫിൽ നിന്ന് ഏതൊരു എഡ്ജ് റിമൂവ് ചെയ്താലും ആ ഗ്രാഫ് ഡിസ്കണക്ട് ആവുന്നുണ്ടെങ്കിൽ അതിന്റെ മീനിങ് എന്താ? There is one and only one path between every pair of vertices. ഇതൊക്കെയാണോ? Okay. ഓക്കെ, അപ്പൊ നമ്മുടെ കയ്യിൽ ഒരു തിയറി ഉണ്ട്. ഒരു ഗ്രാഫില് എല്ലാ പെയർ ഓഫ് വെർട്ടീസസും കണക്ട് ചെയ്തിട്ട് ഓൺലി വൺ പാത്ത് ആണെങ്കിൽ നമ്മൾ ആ ഗ്രാഫിന് എന്ത് പറയും? ഒരു തിയറം പ്രൂവ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഗ്രാഫില് എല്ലാ പെയർ ഓഫ് വെർട്ടീസസും കണക്ട് ചെയ്തിട്ട് ഒരു പാത്താണ് ഉണ്ടെങ്കിൽ ആ ഗ്രാഫ് എന്തായിരിക്കും? ട്രീ ആയിരിക്കില്ലേ? ആയിരിക്കില്ലേ? അപ്പൊ നമ്മൾ പ്രൂവ് ചെയ്തില്ലോ, ജീസ് മിനിമലി കണക്റ്റഡ് ആയതുകൊണ്ട് അതെന്തായിരിക്കും? ട്രീ ആണെന്ന് പ്രൂവ് ചെയ്തില്ലേ? കൺഫ്യൂസ്ഡ് ആകുന്നുണ്ടോ? എല്ലാവർക്കും ഓക്കെ ആണോ? ടീച്ചർ. ഐശ്വര്യ, അഖിൽ സി വി, അഖിൽ കെ, അഭിനവ്, okay. The next theorem, write down the theorem. A graph G with n vertices, a graph G with n vertices, n minus 1 edges and no circuit is connected. A graph G with n vertices, n minus 1 edges and no circuit is connected. ഒരു ഗ്രാഫിൽ n വേർട്ടീസസ് ഉണ്ട്, n മൈനസ് 1 എഡ്ജസ് ഉണ്ട്. ആ ഗ്രാഫ് സർക്യൂട്ട്ലെസ് ആണ്. നിങ്ങൾ എന്താ പ്രൂവ് ചെയ്യേണ്ടത്? ദ G is connected എന്ന് പ്രൂവ് ചെയ്യണം. ഓക്കെ, ദ ഫസ്റ്റ് ഞാൻ അസ്യൂം ചെയ്യാണ്. ദ ഗ്രാഫ് G with n vertices, n minus 1 edges and it is circuitless. Okay, then എന്താ? It is disconnected. ഞാൻ അസ്യൂം ചെയ്യാണ് it is disconnected എന്ന് അസ്യൂം ചെയ്യാണ്. ഗ്രാഫിൽ n വേർട്ടീസസ് ഉണ്ട്, n മൈനസ് 1 എഡ്ജസ് ഉണ്ട്, ഇത് സർക്യൂട്ട്ലെസ് ആണ്. സോ ഇതൊരു ഡിസ്കണക്റ്റഡ് ഗ്രാഫ് എന്നാണ് ഞാൻ അസ്യൂം ചെയ്യുന്നത്. ഓക്കെ, ഡിസ്കണക്റ്റഡ് ഗ്രാഫ് ആയതുകൊണ്ട് എന്താണ്? കുറെ കണക്റ്റഡ് കമ്പോണൻസ് ഉണ്ടാവും, സർക്യൂട്ട്ലെസ് കമ്പോണൻസ് ഉണ്ടാവും. അപ്പൊ G എന്ന് പറയുന്ന ഡിസ്കണക്റ്റഡ് ആണ്. അപ്പൊ കുറെ എന്താണ്? കമ്പോണൻസ് ഉണ്ടാവും. സേ G1, G2.
ഇപ്പൊ G1ഉം G2 എന്താണ് സർക്യൂട്ട്ലെസ് ആണ്. ഇനി നെക്സ്റ്റ് ഞാൻ എന്ത് ചെയ്യുന്നു, G1ൽ ഒരു വേർട്ടെക്സ് കൺസിഡർ ചെയ്യാണ് V1, അതുപോലെ G2ലെ അനദർ വേർട്ടെക്സ് കൺസിഡർ ചെയ്യാണ് G2. ഓക്കെ, നെക്സ്റ്റ് എന്ത് ചെയ്യുന്നു, ഈ V1 V2 കണക്ട് ചെയ്തിട്ട് ഒരു എഡ്ജ് വരയ്ക്കുകയാണ്. ഓക്കെ, അപ്പൊ നമുക്കറിയാം സർക്യൂട്ട്ലെസ് ആണ്. അപ്പൊ ഞാൻ ജസ്റ്റ് ഒരു എഡ്ജ് വരയ്ക്കുമ്പോഴേ ഇവിടെ ഒരു സർക്യൂട്ട്ലെസ് ഫോം ചെയ്യില്ല. കാരണം എന്താ, G1ഉം G2 ഡിഫറെന്റ് കമ്പോണൻസ് ആണ്. അപ്പൊ ഞാൻ എന്ത് ചെയ്യുന്നു, V1 V2 കണക്ട് ചെയ്ത് ഒരു എഡ്ജ് വരയ്ക്കുമ്പോഴേ ഈ ഗ്രാഫ് എന്തായി മാറിയപ്പോഴേ കണക്റ്റഡ് ആയില്ലേ? ആയില്ലേ? കണക്റ്റഡ് ആണ്. ദെൻ സർക്യൂട്ട്ലെസ് ആണ് അല്ലേ? ഓക്കെ ആണോ? അപ്പൊ കണക്റ്റഡ് ആണ്, സർക്യൂട്ട്ലെസ് ആണ്. അപ്പൊ എനിക്ക് എന്ത് പറയാം, ഈ ഗ്രാഫ് ട്രീ ആണെന്ന് പറയാം അല്ലെ? ട്രീയുടെ ഡെഫിനിഷൻ എന്താണ്? കണക്റ്റഡ് സർക്യൂട്ട്ലെസ് എന്നല്ലേ ട്രീയുടെ ഡെഫിനിഷൻ? ക്ലിയർ ആവുന്നുണ്ടോ? ഓക്കെ, ബട്ട് ഈ ഗ്രാഫിലെ നമ്പർ ഓഫ് എഡ്ജസ് എത്രയായിരിക്കും? നമ്പർ ഓഫ് വെർട്ടീസസ് n ആയിരിക്കും. ദെൻ നമ്പർ ഓഫ് എഡ്ജസോ n-1 ആയിരുന്നു. അതിന്റെ കൂടെ എന്താണ്, ഒരു എഡ്ജ് ആഡ് ചെയ്തു. അപ്പൊ നമ്പർ ഓഫ് എഡ്ജസ് എത്രയാണ്? n ആണ്. ബട്ട് നമുക്കറിയാം ട്രീയുടെ കേസിൽ എന്താ, n വെർട്ടീസസ് ഉണ്ടെങ്കിൽ നമ്പർ ഓഫ് എഡ്ജസ് എന്തായിരിക്കും? n-1 ആയിരിക്കും. ഓക്കെ, അപ്പൊ എന്റെ അസംഷൻ ഇവിടെ തെറ്റിയില്ലേ? ഞാൻ ഡിസ്കണക്റ്റഡ് എന്നാണെന്ന് എന്താണ് അസ്യൂം ചെയ്തിട്ടാണ് എനിക്ക് ഇവിടെ ഇങ്ങനെ കിട്ടിയത്, n വെർട്ടീസസ് വിത്ത് n എഡ്ജസ്. അപ്പൊ എന്റെ അസംഷൻ ഇവിടെ റോങ് ആണ്. ദാറ്റ് മീൻസ് G is a connected. G is a connected. പ്രൂഫ് ഓക്കെ ആണോ? നിങ്ങൾ കുറച്ചത് ചിന്തിക്കേണ്ട ഒരു പ്രൂഫാണ് ഇതിന്റെ കേസിൽ. വിഷ്ണു, വൈഷ്ണവി, സേജൽ, ഷബിൻ, രോഹിത് ഓക്കെ ആണോ? അരുൺദത്ത്, അശ്വിൻ, Amis, okay. നെക്സ്റ്റ് നമുക്ക് ട്രീയുടെ പ്രോപ്പർട്ടീസ് ഒന്ന് കൺക്ലൂഡ് ചെയ്യാം. ഓക്കെ, വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ് ട്രീയുടെ പ്രോപ്പർട്ടീസ്. ഓരോ തിയർ ആയിട്ട് എക്സാമിന് ചോദിക്കാം. അപ്പോൾ എ ഗ്രാഫ് G with n vertices is called a tree. The first property, G is a connected and is circuitless. Then second one, G is a connected and has n-1 edges. Okay, then G is a circuitless and has n-1 edges. There is exactly one path between every pair of vertices in G. Okay, then G is a minimally connected. ഓക്കെ, എന്ന് പറഞ്ഞ എന്തൊക്കെയാ പ്രോപ്പർട്ടീസ്? എ ഗ്രാഫ് G with n vertices, അതിന് ട്രീ നമ്മൾ എപ്പോഴൊക്കെ പറയാ? ഫസ്റ്റ് പ്രോപ്പർട്ടി പറഞ്ഞേ, അതായത് n vertices ഉണ്ട്, n-1 edges. Then വേറെ പ്രോപ്പർട്ടി എന്താ? One and only path between two vertices. One and only one path between every pair of vertices. And the third property, Minimal graph. Minimally connected graph. okay, a tree is a minimally connected. Then fourth one,
It's a connected and n minus 1 edges, and it is circuitless and n minus 1 edges. Okay, is it clear? Amina, Amal Ravindran, Agil. Okay. The next term, pendant vertices in a tree. Pendant vertices in a tree. Okay, then what do you mean by pendant vertices? What do you mean by pendant vertices? Degree 1 mark. Okay, the degree of a vertex is 1. Then it is known as pendant vertices. Okay, നമ്മുടെ ട്രീയുടെ കേസിൽ ട്രീയിൽ എന്തായിരിക്കും സെവറൽ പെൻഡന്റ് വേർട്ടീസസ് ഉണ്ടായിരിക്കും. എന്തുകൊണ്ടായിരിക്കും സെവറൽ പെൻഡന്റ് വേർട്ടീസസ് ഉണ്ടാവുന്ന പറയുന്നത്? ബിക്കോസ് ട്രീസ് എ സർക്യൂട്ട്ലെസ്. ഓക്കെ, സോ ഇവിടെ എന്താണ് ടി എന്ന് പറയുന്നത് ഒരു ട്രീ ആണ്. ഇവിടെ എത്ര പെൻഡന്റ് വേർട്ടീസസ് ഉണ്ട് ഒന്ന് കൗണ്ട് ചെയ്തേ. 6 അല്ലേ ടീച്ചർ? 1 2 3 4 5 6 and 7. Okay. സെയിം ഡെഫിനിഷൻ തന്നെയാണ് ട്രീന്റെ കേസിലും. പെൻഡന്റ് വേർട്ടിക്സ് എന്ന് വെച്ചാൽ എന്താണ്? ഡിഗ്രി ഓഫ് വേർട്ടെക്സ് ഈസ് 1. Okay. The next, a theorem for you. In any tree with 2 or more vertices, there are at least 2 pendant vertices. In any tree, there are at least 2 pendant vertices. അപ്പോൾ ഏതൊരു ട്രീ എടുത്താലും അതിലെന്താണ് അറ്റ്ലീസ്റ്റ് 2 pendant vertices എങ്കിലും ഉണ്ടാവാം. 2 or more pendant vertices ഉണ്ടാവാം. ഇതാണ് നിങ്ങൾ പ്രൂവ് ചെയ്യേണ്ടത്. ഈ ഒരു ഗ്രാഫ് കൺസിഡർ ചെയ്താൽ ഇതെന്താണ്? ട്രീ ആണ്, കണക്റ്റഡ് ആണ്, സർക്യൂട്ട്ലെസ് ആണ്. ഇവിടെ എത്ര പെൻഡന്റ് വെർട്ടെക്സ് ഉണ്ട്? 2. സോ ഈ ഒരു കേസിലോ 3 ആണ്. നിങ്ങൾ ഇതാണ് പ്രൂവ് ചെയ്യേണ്ടത്. ഓക്കെ, നിങ്ങൾക്കറിയാം ടി എന്ന് പറയുന്നത് ട്രീ ആണ്, റൈറ്റ്? സോ n വെർട്ടീസസ് ഉണ്ടാവും, n-1 എഡ്ജസ് ഉണ്ടാവും. T is a tree with n vertices has n-1 edges. Okay, then നമ്മുടെ ഫണ്ടമെന്റൽ തിയറം ഉണ്ട്, ഡിഗ്രി ഓഫ് സം ഓഫ് ഡിഗ്രി ഈക്വൽ ടു 2 into number of edges. ഞാൻ എന്ത് ചെയ്യുന്നു? ഈ ജസ്റ്റ് ഈയുടെ വാല്യൂ എന്താ ഇക്വേഷനിൽ അപ്ലൈ ആണ്. 2 into n-1. ഓക്കെ, ഇപ്പൊ ട്രീയുടെ കേസിൽ എല്ലാ വെർട്ടീസസിന്റെ ഡിഗ്രിയുടെ സം എന്താണ്? 2 into n-1 ആണ്. ഓക്കെ, ഇപ്പൊ ടോട്ടൽ ഡിഗ്രി എന്താ? 2 into n-1. ഇത് ഞാൻ എന്ത് ചെയ്യുന്നു? n വെർട്ടീസസിന് ഡിവൈഡ് ചെയ്ത് കൊടുക്കുകയാണ്. ട്രീയിൽ എത്ര വെർട്ടീസസ് ഉണ്ട്? n വെർട്ടീസസ് ഉണ്ട്. അപ്പൊ ഓരോ വെർട്ടീസസിനും ഡിവൈഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഓക്കെ, സോ ഇങ്ങനെ ഡിവൈഡ് ചെയ്ത് കൊടുക്കുമ്പോൾ അറ്റ്ലീസ്റ്റ് 2 വെർട്ടീസസിനെങ്കിലും എന്തായിരിക്കും? ഡിഗ്രി 1 ആയിരിക്കും. ആയിരിക്കില്ലേ? അത് 2 into n-1 എന്ന് പറയുമ്പോൾ 2n-2 ആയിരിക്കും. അപ്പൊ ഓരോ വെർട്ടെക്സ് ഞാൻ ഡിവൈഡ് ചെയ്ത് കൊടുക്കുമ്പോൾ എനിക്ക് ഈക്വലി ഡിവൈഡ് ചെയ്ത് കൊടുക്കാൻ പറ്റില്ല. അറ്റ്ലീസ്റ്റ് എന്താ 2 വെർട്ടെക്സിനെങ്കിലും ഡിഗ്രി എന്തായിരിക്കും? 1 ആയിരിക്കും.
ഓക്കെ ആണോ? ഓക്കെ ആണോ? ആ മിസ്സേ. Okay. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഈ ഒരു ഗ്രാഫിന്റെ കേസിൽ ഇവിടെ ടോട്ടൽ ഡിഗ്രി എത്രയാണ്? എയുടെ ഡിഗ്രി 1, ബിയുടെ ഡിഗ്രി 2, 1 പ്ലസ് 2 പ്ലസ് സിയുടെ ഡിഗ്രി 2 പ്ലസ് ഡിയുടെ ഡിഗ്രി 1 ഈക്വൽ ടു 6. ഞാൻ എന്ത് ചെയ്യുന്നു? ഈ 6 ഡിഗ്രി 4 വേർട്ടീസസ് ഉണ്ട്. 4 വേർട്ടീസസിനായി ഡിവൈഡ് ചെയ്ത് കൊടുക്കുമ്പോൾ എങ്ങനെയൊക്കെ ഡിവൈഡ് ചെയ്ത് കൊടുക്കാം? ഒന്ന് പറഞ്ഞേ. ഈ ഗ്രാഫ് നോക്കാതെ. ടോട്ടൽ ഡിഗ്രി 6 ആണ്. 4 വേർട്ടീസസിന് ഡിഗ്രി ഡിവൈഡ് ചെയ്ത് കൊടുക്കണം. ഫസ്റ്റ് വേർട്ടെക്സിന് 2 ആയി കൊടുക്കാം, സെക്കൻഡ് വേർട്ടെക്സിന് 2 ആയി കൊടുക്കാം, തേർഡ് വണ്ണിന് 1 1. ഓക്കെ, ഇവിടെ പെൻഡന്റ് വേർട്ടിസ് എത്രയുണ്ട്? 2 അല്ലേ? ഇനി എങ്ങനെയൊക്കെ ഡിവൈഡ് ചെയ്ത് കൊടുക്കാം? ഫസ്റ്റ് വേർട്ടെക്സിന് 3 ആയി കൊടുക്കാം ഡിഗ്രി, ദെൻ സെക്കൻഡിന് 1 ആയിട്ടും തേർഡിന് 1 ആയിട്ടും ഫോർത്തിന് 1 ആയിട്ടും കൊടുക്കാം അല്ലേ? അപ്പൊ ഇങ്ങനെ കൊടുക്കുമ്പോൾ ഇവിടെ എത്രയാണ്? പെൻഡന്റ് വേർട്ടിസ് എന്താണ്? 3 അല്ലേ കൗണ്ട്? ഓക്കെ, അപ്പൊ നോക്കുമ്പോ എന്തായാലും എന്താണ്? 2 ഓർ മോർ പെൻഡന്റ് വേർട്ടിസസ് ഉണ്ടായിരിക്കും. ക്ലിയർ? Okay. The next term, distance and centers in tree. Distance and centers in tree. Then first one, distance. In a connected graph G, the distance, അപ്പോൾ രണ്ട് വേർട്ടെക്സ് തമ്മിലുള്ള ഡിസ്റ്റൻസ് നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് d of vi vj. ഓക്കെ, vi vj തമ്മിലുള്ള ഡിസ്റ്റൻസ് ഡിനോട്ട് ചെയ്യുന്നത് d of vi, vj. ഓക്കെ, ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ലെങ്ത് ഓഫ് ഷോർട്ടസ്റ്റ് പാത്ത് ബിറ്റ്വീൻ vi and vj. Distance of vi vj is the length of the shortest path between vi and vj. ഓക്കെ, രണ്ട് വേർട്ടിസ് തമ്മിലുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് എന്താണ്? ആ വേർട്ടിസ് തമ്മിലുള്ള ഷോർട്ടസ്റ്റ് പാത്തിന്റെ ലെങ്ത് ആയിരിക്കും എന്ത്? ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ ഈ ഒരു ഗ്രാഫിന്റെ കേസിൽ ഇത് ട്രീ അല്ല, ഗ്രാഫാണ്. ഓക്കെ, എനിക്ക് v6ഉം v2ഉം തമ്മിലുള്ള ഡിസ്റ്റൻസ് ഫൈൻഡ് ചെയ്യണം. ഓക്കെ, അപ്പൊ ഡിസ്റ്റൻസ് ഫൈൻഡ് ചെയ്യണമെങ്കിൽ ഞാൻ എന്ത് ചെയ്യും? ഫസ്റ്റ് v6ഉം v2ഉം തമ്മിലുള്ള പാത്ത്, എത്രയൊക്കെ പാത്ത് ഉണ്ടോ ആ എല്ലാ പാത്തും ഫൈൻഡ് ചെയ്യണം. പോസിബിൾ പാത്ത് ഫൈൻഡ് ചെയ്യുക. ദെൻ ഏത് പാത്തിനാണോ ലെങ്ത് ഷോർട്ടസ്റ്റ് അതായിരിക്കും എന്ത്? ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ v6 ആൻഡ് v2. ഓക്കെ, ഫസ്റ്റ് രണ്ട് വേർട്ടീസ് തമ്മിലുള്ള എല്ലാ പാത്തും ഫൈൻഡ് ചെയ്യുക, ദെൻ ലെങ്ത് കാൽക്കുലേറ്റ് ചെയ്യുക, ആൻഡ് ഏത് പാത്തിനാണോ ഷോർട്ടസ്റ്റ് ലെങ്ത് അതായിരിക്കും എന്ത്? ഡിസ്റ്റൻസ്. നിങ്ങൾ പറഞ്ഞേ, v6 ആൻഡ് v2 കണക്ട് ചെയ്ത പാത്ത് ഏതൊക്കെയാണെന്ന് പറഞ്ഞേ. ബി എഫ് അല്ലേ? ഫസ്റ്റ് bf. ഓക്കെ, ഒരു പാത്ത് bf. ദെൻ സെക്കൻഡ് വൺ ബി സി ഇ. bce. ഓക്കെ, bce. ദെൻ എ ഇ. ae. ദെൻ ബി ജി എച്ച്. bgh. bgh. ബി ജി ഐ ജെ. bgij. Then ബി ജി ഐ കെ.
ഇനിയുണ്ടോ? ഓക്കെ, ഇതാണ് പോസിബിൾ പാത്ത് ബിറ്റ്വീൻ V6 ആൻഡ് V2. ദെൻ ഫസ്റ്റ് പാത്തിന്റെ ലെങ്ത് എന്താണ്? മിസ്സേ ബി എ ഡി ഇ പറയണോ? ബി എ എ ഡി ഇ. ഡി ഇ. അപ്പൊ വേർട്ടെക്സ് റിപ്പീറ്റ് ചെയ്യില്ലേ? ആ പാത്തല്ല. ഓക്കെ, ദെൻ ഫസ്റ്റ് പാത്തിന്റെ ലെങ്ത് എത്രയാണ്? 2 സെക്കൻഡ് 3 2 2 3 4 4 4 4. ഇവിടെ ഏതാ ഷോർട്ടസ്റ്റ് പാത്ത്? 2 ബി എഫും എ ആണ് എന്ത് ഷോർട്ടസ്റ്റ് പാത്ത്. അപ്പൊ അതിന്റെ ലെങ്ത് എത്രയാണ്? 2 ആണ് അല്ലേ? നമുക്ക് എന്ത് പറയാം? ഡിസ്റ്റൻസ് ബിറ്റ്വീൻ V6 V2 ഈസ് 2. ഓക്കെ ആണോ കൺസെപ്റ്റ്? യെസ്. ഇനിത് നമ്മളൊരു ഗ്രാഫിന്റെ കേസിലാണ് ഡിസ്റ്റൻസ് ഫൈൻഡ് ചെയ്തത്. അപ്പോൾ ഗ്രാഫിന്റെ കേസിൽ രണ്ട് വേർട്ടിസസ് തമ്മിലുള്ള ഡിസ്റ്റൻസ് ഫൈൻഡ് ചെയ്യണമെങ്കിൽ നമ്മൾ എന്താണ്? ആ പോസിബിൾ പാത്ത് എല്ലാം ഫൈൻഡ് ചെയ്യണം. ദെൻ അതിന്റെ ലെങ്ത് ഫൈൻഡ് ചെയ്യണം. ദെൻ ഷോർട്ടസ്റ്റ് പാത്ത് ഏതാണോ അതായിരിക്കും ഡിസ്റ്റൻസ്. ഒരു ഡിഫിക്കൽട്ട് പ്രോസസ് ആണ് ഇവിടെ ഡിസ്റ്റൻസ് ഫൈൻഡ് ചെയ്യുക എന്നത്. ഇപ്പൊ ഒരു സിമ്പിൾ ഗ്രാഫ് ആണ്. ഒരു കോംപ്ലക്സ് ഗ്രാഫ് ആണെങ്കിൽ എന്താണ്? ഒരു ഡിഫിക്കൽട്ട് ടാസ്ക് ആണ്. നെക്സ്റ്റ് ഒരു ട്രീയുടെ കേസിൽ ഡിസ്റ്റൻസ് ഫൈൻഡ് ചെയ്യാന്ന് പറഞ്ഞാൽ ഒരു ഈസി ടാസ്ക് ആയിരിക്കും. എന്തുകൊണ്ടായിരിക്കും? എഡ്ജസിന്റെ അത്ര തന്നെ ഡിസ്റ്റൻസ് ഉണ്ടാവില്ല ടീച്ചർ? അതാണോ? അല്ല, നിങ്ങൾക്കറിയാം ട്രീയുടെ ഒരു പ്രോപ്പർട്ടി ആണ് ദാറ്റ് ഈസ് വൺ ആൻഡ് ഓൺലി വൺ പാത്ത് ബിറ്റ്വീൻ എവരി പെയർ ഓഫ് വെർട്ടീസസ് അല്ലേ? ഓക്കെ, അപ്പോഴേ ഏത് രണ്ട് പെയർ ഓഫ് വെർട്ടീസസ് എടുത്താലും അതിനെ കണക്ട് ചെയ്തിട്ട് എന്താണ്? ഒരു പാത്തേ ഉണ്ടാവും. ആ പാത്തിന്റെ ലെങ്ത് ഫൈൻഡ് ചെയ്താൽ മതിയില്ലേ ഡിസ്റ്റൻസ് കാണാൻ? യെസ് ടീച്ചർ. ഓക്കെ, അപ്പൊ ഇവിടെ ഡിസ്റ്റൻസ് ഓഫ് ഡി എന്താ? ഡിസ്റ്റൻസ് ഓഫ് ഡി ഇ. ഒരു പാത്തല്ലേ ഉള്ളൂ. ഡിയും ഇയും കണക്ട് ചെയ്ത ഒരു പാത്ത്. സോ ഡിസ്റ്റൻസ് എന്തായിരിക്കും? 3 ആയിരിക്കും. Then distance of DC 2. Then distance of DB 1. Then distance of DA 2. Okay. The next നിങ്ങൾ ഒരു ടേം പഠിക്കും, മെട്രിക്. മെട്രിക് അതൊരു ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് വൈ. ഒരു ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് വൈ മെട്രിക് ആവണമെങ്കിൽ 3 കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യണം. ഒരു ഇമ്പോർട്ടൻ്റ് ആയ ഒരു കാര്യമാണ്. ഫസ്റ്റ് കണ്ടീഷൻ നോൺ നെഗറ്റിവിറ്റി. ദാറ്റ് മീൻസ് എഫ് ഓഫ് എക്സ് വൈ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആവണമെങ്കിൽ f of xy greater than or equal to 0 and f of xy equal to 0 if and only if x equal to y. And non-negativity എന്ന് വെച്ചാൽ that's function f of xy greater than or equal to 0 ആയിരിക്കും. Okay, then f of xy equal to 0 എപ്പോഴായിരിക്കും f of xy equal to 0? if x equal to y ആവുന്ന കേസിലായിരിക്കും എന്ത്? f of xy equal to 0. ഓക്കെ, ഇതാണ് നോൺ നെഗറ്റിവിറ്റി.
ഒരു ഫംഗ്ഷൻ എപ്പോഴും അതിന്റെ വാല്യൂ എന്താണ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആയിരിക്കും. ഈക്വൽ ടു 0 എപ്പോഴായിരിക്കും? ആ എക്സ് ആൻഡ് വൈ ഈക്വൽ ടു 0 ആകുമ്പോഴാണ് എന്ത് ഫംഗ്ഷന്റെ വാല്യൂ 0 ആവുന്നത്. ആൻഡ് തേർഡ് പ്രോപ്പർട്ടി എന്ന് പറയുന്നത് സിമെട്രി ആണ്. അതായത് എഫ് ഓഫ് എക്സ് വൈ ഈക്വൽ ടു എഫ് ഓഫ് വൈ എക്സ്. എഫ് ഓഫ് എക്സ് വൈ ഈക്വൽ ടു എഫ് ഓഫ് വൈ എക്സ് ഇതിനെ പറയും സിമെട്രി എന്ന് പറയും. ഓക്കെ. ആൻഡ് ദ തേർഡ് പ്രോപ്പർട്ടി ട്രയാങ്കുലർ ഇൻഇക്വാലിറ്റി. അതായത് എഫ് ഓഫ് എക്സ് വൈ ഓൾവേസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എഫ് ഓഫ് എക്സ് സെഡ് പ്ലസ് എഫ് ഓഫ് സെഡ് വൈ. ഓക്കെ. ഒരു ഫംഗ്ഷൻ മെട്രിക് ആവണമെങ്കിൽ ഈ 3 കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യണം. ദ ഫസ്റ്റ് വൺ നോൺ നെഗറ്റിവിറ്റി. എന്താ നോൺ നെഗറ്റിവിറ്റി എന്ന് പറയുന്നത്? എഫ് ഓഫ് എക്സ് വൈ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആയിരിക്കും. ദെൻ എഫ് ഓഫ് എക്സ് വൈ ഈക്വൽ ടു 0 ആകുമ്പോഴെന്തായിരിക്കും? എക്സ് ഈക്വൽ ടു വൈ. ആൻഡ് ദ സെക്കൻഡ് വൺ സിമെട്രി. ദാറ്റ് മീൻസ് എഫ് ഓഫ് എക്സ് വൈ ഈക്വൽ ടു എഫ് ഓഫ് വൈ എക്സ്. തേർഡ് വൺ ട്രയാങ്കുലർ ഇൻഇക്വാലിറ്റി. That means f of xy less than or equal to f of xz plus f of yz. ഈ 3 കണ്ടീഷൻ ഓക്കെ അല്ലേ? ഓക്കെ. ഓക്കെ. നിങ്ങൾക്ക് പ്രൂവ് ചെയ്യേണ്ടത് the distance between the vertices of connected graph is a metric എന്ന് പ്രൂവ് ചെയ്യണം. അതായത് the distance between vi vj is a metric. ഇപ്പൊ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് എന്താണ്? ഒരു ഫംഗ്ഷൻ ആണ്. ജസ്റ്റ് ലൈക്ക് എഫ് ഓഫ് എക്സ് വൈ. ഇത് മെട്രിക് എന്നാണെന്ന് പ്രൂവ് ചെയ്യേണ്ടത്. ഓക്കെ. അപ്പൊ മെട്രിക്ന് പ്രൂവ് ചെയ്യാൻ വേണ്ടി നിങ്ങൾക്ക് എന്ത് പ്രൂവ് ചെയ്താൽ മതി? ആ 3 കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടെന്ന് പ്രൂവ് ചെയ്താൽ മതി. ഓക്കെ. ദെൻ ഫസ്റ്റ് കണ്ടീഷൻ എന്താണ്? നോൺ നെഗറ്റിവിറ്റി. അവിടെ എന്താ പറയുന്നത്? എഫ് ഓഫ് എക്സ് വൈ ഓൾവേസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആയിരിക്കും. ദെൻ എഫ് ഓഫ് എക്സ് വൈ ഈക്വൽ ടു 0 ആകുമ്പോൾ എക്സ് ഈക്വൽ ടു വൈ ആയിരിക്കും. ഓക്കെ. ദെൻ ഡിസ്റ്റൻസിന്റെ കേസ് നമുക്ക് എങ്ങനെ പ്രൂവ് ചെയ്യാം? ഡിസ്റ്റൻസ് ഓഫ് വി ഐ വി ജി എപ്പോഴും എന്തായിരിക്കും? ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആയിരിക്കില്ലേ? Here distance of A B എത്രയാണ്? 1. അതായത് ഡിസ്റ്റൻസ് ഓഫ് എ ബി എന്താ? ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 അല്ലേ? ഓക്കെ. അപ്പൊ ഡിസ്റ്റൻസ് എപ്പോഴായിരിക്കും 0 ആവുന്നത്? ഡിസ്റ്റൻസ് ഓഫ് എ കോമ എ എന്തായിരിക്കും? 0 ആയിരിക്കും. ആയിരിക്കില്ലേ? അതായത് ഇവിടെ എക്സിന്റെയും വൈയുടെയും വാല്യൂ ഈക്വൽ ആവുന്ന കേസിലാണ് എന്ത് ഡിസ്റ്റൻസ് ഇവിടെ 0 ആവുന്നത്. അപ്പൊ ഫസ്റ്റ് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്തില്ലേ? ക്ലിയർ ആവുന്നില്ലേ? നിങ്ങൾ മെട്രിക്കിന്റെ ആ 3 കണ്ടീഷൻ ഓർത്തിരിക്കുക. ദെൻ ആ കണ്ടീഷൻ എന്താണ് ഡിസ്റ്റൻസിന്റെ കേസിൽ അപ്ലൈ ചെയ്ത് നോക്കുക. ഇനി ദെൻ സെക്കൻഡ് പ്രോപ്പർട്ടി എന്താ? സിമെട്രി. സിമെട്രിയിൽ എന്താ പറയുന്നത്? എഫ് ഓഫ് എക്സ് വൈ ഈക്വൽ ടു എഫ് ഓഫ് വൈ എക്സ്. അതായത് ഡിസ്റ്റൻസ് ഓഫ് വി ഐ വി ജെ ഈക്വൽ ടു ദ ഡിസ്റ്റൻസ് ഓഫ് വി ജെ വി ഐ. നോക്കിയേ, ഡിസ്റ്റൻസ് ഓഫ് എ ബി ഈക്വൽ ടു 1. ദെൻ ഡിസ്റ്റൻസ് ഓഫ് ബി എ എന്തായിരിക്കും? 1. ഓക്കെ. ആ പ്രോപ്പർട്ടി എന്താണ് ഇവിടെ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട് അല്ലേ? ഹലോ. ഓക്കെ.
third one. Triangle inequality. ഇവിടെ എന്താ പറയുന്നത്? f of xy less than or equal to f of xz plus f of zx. അല്ലേ? നമുക്ക് ആ ഡിസ്റ്റൻസിന്റെ കേസ് നോക്കാം. Distance of vi vj always less than or equal to distance of vi vk plus distance of vk vi. ഓക്കെ, അപ്പൊ ഞാനിവിടെ ഡിസ്റ്റൻസ് ഓഫ് ബി സി ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഡിസ്റ്റൻസ് ഓഫ് ബി ഡി പ്ലസ് ഡിസ്റ്റൻസ് ഓഫ് ഡി സി. ഓക്കെ, ഡിസ്റ്റൻസ് ഓഫ് ബി സി, ബിയും സിയും തമ്മിലുള്ള ഡിസ്റ്റൻസ് 1 ആണ്. ഓക്കെ, അപ്പൊ ഞാൻ നെക്സ്റ്റ് എന്ത് ചെയ്യുന്നു? ബിന്ന് സിയിലേക്കുള്ള പാത്ത് എന്താ? ത്രൂ ഡിയിലൂടെ ആക്കുന്നു. ബിന്ന് സിയിലേക്ക് എന്നുള്ള പാത്ത് എന്താണ്? ത്രൂ ഡിയിലൂടെ ആക്കുന്നു. നോക്കിയേ, അതിന്റെ ഡിസ്റ്റൻസ് നോക്കിയേ. ഡിസ്റ്റൻസ് ഓഫ് ബി ഡി എന്ന് പറഞ്ഞാൽ 1 ആണ്. പ്ലസ് ഡിസ്റ്റൻസ് ഓഫ് ഡി സി എന്ന് പറയുന്നത് എന്തായിരിക്കും? 1 ആയിരിക്കും. അപ്പൊ എന്താ? 1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2. ഓക്കെ, അപ്പോഴെന്താ? ഏത് രണ്ട് വേർട്ടിസസ് തമ്മിലുള്ള ഡിസ്റ്റൻസ് എന്തായിരിക്കും? ഓൾവേസ് ലെസ്സർ ആയിരിക്കും. ഒരു തേർഡ് വേർട്ടെക്സിലൂടെയുള്ള ഡിസ്റ്റൻസിനെ നോക്കുമ്പോൾ എന്തായിരിക്കും? ലെസ്സർ ആയിരിക്കും. എന്ത്? അതിന്റെ ഡിസ്റ്റൻസ്. ഈ 3 പ്രോപ്പർട്ടിയും സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. അപ്പൊ നമുക്ക് എന്ത് പറയാം? ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ വേർട്ടിസസ് ഓഫ് എ കണക്റ്റഡ് ഗ്രാഫ് ഈസ് എ മെട്രിക്. ഓക്കെ ആണോ? ഓക്കെ, ഞാനിത് ഗ്രാഫിന്റെ കേസാണ് പറയുന്നത്, ട്രീന്റെ കേസ് അല്ല പറയുന്നത്. അപ്പൊ ഗ്രാഫ് ഇവിടെ എന്താണ്? സർക്യൂട്ട് ആണ്. ഇവിടെ സർക്യൂട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇമ്പോർട്ടന്റ് ആയൊരു കൺസെപ്റ്റ് ആണിത്. അപ്പൊ നിങ്ങൾ മെട്രിക് ആവണമെങ്കിൽ 3 കണ്ടീഷൻ പറയാം. ആ കണ്ടീഷൻ നമ്മുടെ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞ ഫംഗ്ഷനിൽ അപ്ലൈ ചെയ്തിട്ട് പറയാം. ക്ലിയർ അല്ലേ? എല്ലാവർക്കും ക്ലിയർ അല്ലേ? ഒന്ന് റിപ്ലൈ ചെയ്തേ. Okay, the next attendance